ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം നമ്മൾ ഇന്ന് വായിക്കുന്നു. 6-ാം അധ്യായത്തിൽ എറിഹോ പട്ടണം ഇസ്രായേൽ ജനം 7 പ്രാവശ്യം അതിന് ചുറ്റും നടന്ന് കാഹളമൂതിയപ്പോൾ അത് ഇടിഞ്ഞു വീണ സംഭവം. അങ്ങനെ ആ ജെറിഹോ പട്ടണം മുഴുവൻ അവർ അവരുടെ കൈക്കലാക്കി. ഇനി നമ്മൾ 7-ാം അധ്യായത്തിൽ വായിക്കുന്നത് ആഖാൻ എന്ന് പറയുന്ന ഒരാളുടെ പാപമാണ്. ആ എറിഹോ പട്ടണം കീഴടക്കിയപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, അവിടെയുള്ള ഒരു സാധനവും നിങ്ങൾ എടുക്കരുത്, അതൊക്കെ നികൃഷ്ടമാണ്, അതൊന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല. എന്നാൽ യഹൂദ ഗോത്രത്തിൽ ആഖാൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ നിന്ന് ചില അല്ലെങ്കിൽ നിഷിദ്ധമെന്ന് യഹോവ പറഞ്ഞ വസ്തുക്കൾ ചിലത് മോഷ്ടിച്ചു. അത് മുഖാന്തരം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ യഹോവയുടെ കോപം ഇസ്രായേൽ ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു. അതിനുശേഷം അവർ തൊട്ടടുത്തുള്ള ആയി പട്ടണം യുദ്ധം ചെയ്ത് കീഴടക്കാൻ വേണ്ടി പോകുകയാണ്. അത് വളരെ കുറച്ച് ആളുകളെ അവിടെയുള്ളൂ, വളരെ ചെറിയ രാജ്യമാണ്. പക്ഷേ ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജനം തോൽക്കേണ്ടി വരുന്ന സാഹചര്യവും 36 ഇസ്രായേലിയർ അവിടെ വധിക്കപ്പെടുകയും ചെയ്യുകയാണ്, പടയാളികൾ. അത് യോശുവായ്ക്കും ഇസ്രായേലിലെ മൂപ്പന്മാർക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? കാരണം യഹോവ പറഞ്ഞിരുന്ന ദേശം മുഴുവൻ നിൻ്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുന്നമേ നടക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ ചെറിയ ആയിപ്പട്ടണത്തോട് തോൽക്കേണ്ടി വന്നു? അപ്പോൾ അത് യോശുവായും ഇസ്രായേലിലെ മൂപ്പന്മാരും വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിൽ അവർ തങ്ങളുടെ വസ്ത്രം കീറിയും അവിടെ തലയിലൂടെ പുഴിയിട്ടും അവിടെ കമന്ന് വീണ് കിടക്കുകയാണ്. ദുഃഖവും നിരാശയും ഒക്കെ ബാധിക്കുന്ന സമയത്ത് ചെയ്യുന്ന രീതിയായിരുന്നത്. എന്തുകൊണ്ട്? യോശുവ യഹോവയോട് ചോദിച്ചു, എന്തുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു? മറ്റ് കനാനികളുടെയൊക്കെ മുന്നിൽ ഞങ്ങൾ അപമാനിതരാവുകയല്ലേ ഈ ചെറിയ പട്ടണത്തോട് ഞങ്ങൾ തോറ്റപ്പോൾ? യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ പാപമുണ്ട്. നിഷിദ്ധമെന്ന് ഞാൻ പറഞ്ഞ ചില വസ്തുക്കളിൽ ചിലതൊക്കെ നിങ്ങൾ എടുത്തിരിക്കുന്നു. അപ്പോൾ ആ ആളെ നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യണം. യഹോവയായ ദൈവം കൽപ്പിച്ചനുസരിച്ച് യോശുവ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളെയും ഓരോ കുടുംബങ്ങളെയും പ്രത്യേകം വിളിച്ച് വേർതിരിക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് ആഖാൻ എന്ന് പറയുന്ന ആൾ യോശുവയുടെ അടുത്ത് വന്നപ്പോൾ ആ സത്യം അവിടെ വെളിപ്പെടുകയും അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് ചില സാധനങ്ങൾ ഞാൻ എടുത്തു. അതിവിശിഷ്ടമായ മേലങ്കി, 20 ഷെക്കേൽ വെള്ളി, 50 ഷെക്കേലുള്ള ഒരു സ്വർണ്ണക്കട്ടി, അത് എൻ്റെ കൂടാരത്തിൽ ഞാൻ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുകയാണ്. യോശുവ അത് അവിടെ നിന്ന് എടുത്തു. തെളിവ് സഹിതം ഇസ്രായേൽ ജനം കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് ഞങ്ങൾ തോൽക്കേണ്ടി വന്നത്, പാപം ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ചു. ദൈവം അതിവിശുദ്ധനാണ്. ആ വിശുദ്ധനായ ദൈവത്തോട് ദൈവം എന്നും ആവശ്യപ്പെട്ടത് നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണമെന്നുള്ളതാണ്. ദൈവികമായ കൽപ്പന ലംഘിച്ചതിൻ്റെ ഫലമായി, അല്ലെങ്കിൽ ദൈവത്തിനുള്ള കൽപ്പന വരുന്നതിന് മുൻപ് പാറയടിച്ചതിൻ്റെ ഫലമായി മോശ പോലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഇവർ കണ്ടതാണ്. എന്നിട്ടും ദ്രവ്യാഗ്രഹം ആഖാനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പോൾ ജനമെല്ലാം അവരെയും അവൻ്റെ കുടുംബത്തെയും നമ്മൾ വായിക്കുന്നു, അവരെ കൊണ്ടുപോയി അവരെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ആഖോർ താഴ്വരയിൽ വെച്ച്. അങ്ങനെ ആ പാപം അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു സത്യം, ഒരു വ്യക്തി ചെയ്യുന്ന പാപത്തിൻ്റെ പരിണിത ഫലം അവൻ്റെ കുടുംബവും മാത്രമല്ല സമൂഹം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഓരോ തെറ്റും ഓരോ പാപം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതെന്നെ മാത്രമല്ല ബാധിക്കുന്നത്, ഞാനായിരിക്കുന്ന സമൂഹത്തെയും ഇത് ദോഷകരമായി ബാധിക്കും. ആഖാന്റെ പാപം ഇസ്രായേൽ ജനത്തിന് മുഴുവൻ തോൽവിക്ക് കാരണമായി.
മോശ ദൈവസന്നിധിയിൽ നടത്തിയതായ ആ വലിയ പ്രാർത്ഥന ഇസ്രായേലിന് പലപ്പോഴും വലിയ രക്ഷയ്ക്ക് മുഖാന്തരമായി ഭവിച്ചു. സഖായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാനസാന്തരം അവൻ്റെ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു എന്നാണ് കർത്താവ് അവരോട് പറഞ്ഞു. ഈ നിൻ്റെ കുടുംബവും രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മയും നമ്മൾ ചെയ്യുന്നതായ തിന്മയും നന്മ പ്രവൃത്തികളും പാപപ്രവൃത്തികളെല്ലാം നമ്മളെന്ന ഒരു വ്യക്തിയെ മാത്രമല്ല ബാധിക്കുക. നാം ആരൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നുവോ ആ കുടുംബാംഗങ്ങളെയും സമൂഹത്തെയും മുഴുവൻ അത് ദോഷകരമായി ബാധിക്കാം. നാം ചെയ്യുന്ന നന്മയും അവർക്ക് അനുഗ്രഹമായിട്ട് ഭവിക്കാം. അതുകൊണ്ട് ഓരോ തെറ്റും ചെയ്യുമ്പോൾ നമ്മളിത് ഓർത്തിരിക്കേണ്ടതാണ്. ഞാൻ മുഖാന്തരം ഈ സഭയ്ക്കോ സമൂഹത്തിനൊരു ദ്രോഹം വരാൻ പാടില്ല. ഇനി ഞാനാണ് ഇവിടെ ഒരു തടസ്സമെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുവാൻ ഞാൻ തയ്യാറാകണം. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഇത് ഓർത്തിരിക്കേണ്ടതാണ്. സഭയിലായാലും സമൂഹത്തിലായാലും കുടുംബങ്ങളിലായാലും എല്ലാവർക്കും ഇത് ബാധകമാണ്. വളരെ വ്യക്തമായി നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടല്ലോ. കാരണം ക്രിസ്തു തലയായിരിക്കുന്ന ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ശരിയാണ്, ഞാനൊരു വസ്തു മോഷ്ടിച്ചു, ദൈവം അല്ലെങ്കിൽ കോടതി എന്നെ ശിക്ഷിച്ചു. ആ മോഷ്ടിച്ച കൈ മാത്രമായിട്ട് ഒരിക്കലും ജയിലിൽ പോവില്ല. ഞാൻ എൻ്റെ ശരീരം മുഴുവനായിട്ടാണ് ഞാൻ ജയിലിൽ പോകേണ്ടി വരുന്നത്. എൻ്റെ ഏതെങ്കിലും ഒരു അവയവമായിരിക്കാം തെറ്റ് ചെയ്തത്. അതുകൊണ്ട് അവയവം മാത്രമായിട്ട് ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നില്ല. ശരീരം മൊത്തം അതിൻ്റെ ദുഃഖം അതിൻ്റേതായ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ക്രിസ്തു തലയായിരിക്കുന്ന ശരീരമാണ് സഭയെന്നും ആ സഭയിലെ ഓരോ അവയവങ്ങളാണ് ഞാനും നിങ്ങളെന്നും ഓരോ അവയവം ചെയ്യുന്ന പ്രവൃത്തി ശരീരം മുഴുവനും അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ബോധ്യം സഭാ നേതൃത്വത്തിലുള്ളവർക്കും നമുക്കും സഭയിൽ അംഗങ്ങളായിരിക്കുന്ന നമുക്കും സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്കും എന്നൊരു പാഠമാവേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ആ ഇസ്രായേൽ ജനത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നീതിപൂർവ്വം ജീവിപ്പാൻ തക്കവണ്ണം നമ്മൾ ഇത് ശ്രമിക്കേണ്ടതാണ്. അപ്പം ഇതിൻ്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നു, ആഖാൻ എങ്ങനെ ഈ സാധനം ഒന്നാമൻ പറഞ്ഞാൽ കണ്ടു, മോഹിച്ചു, എടുത്തു, ഒളിപ്പിച്ചു. ഇത് പ്രലോഭനം നമ്മളെ കീഴ്പ്പെടുത്തുന്ന 4 വഴികളായി 4 സ്റ്റെപ്പുകളാണിത്. കൺമോഹം, അതാണ് ആദ്യം നമ്മളിൽ ഉണ്ടാകുന്ന പാപം. അതുപോലെ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇത് 3 രീതിയിലാണ് പാപം നമ്മളെ എപ്പോഴും സ്വാധീനിക്കുന്നത്. അപ്പം കണ്ടപ്പോൾ മോഹമുണ്ടായി, അത് മോഹിച്ചു, അത് അവിടെ നിന്ന് എടുത്തു, ആരും കാണാതിരിക്കാൻ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തു. ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപപ്രവർത്തികൾ വരാം. അതൊക്കെ നിസ്സാരമെന്ന് അപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അതിൻ്റെ പ്രത്യാഘാതം കഠിനമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ഇതിൻ്റെ ദൈവം ആവശ്യമുള്ള സമയത്ത് നമുക്ക് നൽകുമെന്നുള്ള പ്രത്യാശ നമുക്കുണ്ടാവണം. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ കർത്താവ് പറയുന്നു, ഞാൻ എന്തുകൊടുക്കും, എന്ത് തിന്നുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ജാതികളാണ് അങ്ങനെ ചെയ്യുക. നിങ്ങൾ യാചിക്കുന്ന മുൻപ് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടൊപ്പം സകലവും ദൈവം നിങ്ങൾക്ക് തരും. നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ മതി. ഇസ്രായേൽ ജനന്റെ മരുഭൂമി യാത്ര അത്ഭുതകരമായിട്ടാണ്. 40 വർഷം ദൈവം അവരെ വഴി നടത്തിയ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. എന്നിട്ടും ഈ സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും മോഹം അവരിൽ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നതായ ഒരു അനുഭവം. അപ്പം അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ദൈവം നമുക്ക് നൽകിക്കൊള്ളും. പത്രോസ്ലീഹ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴിൽ നമ്മൾ വിധേയപ്പെട്ടിരിക്കുക. സമയമാകുമ്പോൾ അവൻ നമ്മളെ ഉയർത്തിക്കൊള്ളും. ആ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കുവാനും ദൈവഹിതമായതും മാത്രമേ എനിക്ക് ലഭിക്കാവൂ ദൈവമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഓരോ ദിവസം ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, ഈ പാപപരമായ ചിന്തകളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.